ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട 5 റീസൺസ് ആണ്. സോ ഈ ഒരു റീസൺ നമുക്ക് ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് ചേഞ്ച് ചെയ്യാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് പേഴ്സണെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഈയിടെയായി ഒരുപാട് പേർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈന്റ് ആണ്, 1-2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടോക്സിസിറ്റി പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുക? അതല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പുറകിലുള്ള റീസൺ എന്താണ് എന്നും അതുപോലെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് നമുക്ക് തന്നെ ഒരു ലോ സെൽഫ് വർത്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അതായത് ലോ സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ, അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ കരുതുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നമ്മളെ കുറിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ അതിനൊരു റീസൺ ഉണ്ട്. കാരണം നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ വിചാരിക്കുന്നു നമ്മൾ അത്ര പോരാ, അല്ലെങ്കിൽ ഒരുപാട് വലിയ കാര്യങ്ങൾക്കൊന്നും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുകളല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സിസിറ്റി ഒക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ സ്വയം നിങ്ങളെ കുറിച്ച് കരുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡിസേർവിംഗ് ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ ഒരു ലോ സെൽഫ് വർത്ത് അല്ലെങ്കിൽ ഒരു ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സോ ആദ്യം ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ കരുതിയിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ, നമ്മുടെ സെൽഫ് വർത്ത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു റീസൺ, അത് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി, അതൊരു തരത്തിലുള്ള ടോക്സിസിറ്റി കാരണം അത് ബ്രേക്കപ്പ് ആയി, വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇവിടെ രണ്ടാമതൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ ഒന്നാമത്തെ റിലേഷൻഷിപ്പിൽ നിന്നും പഠിച്ച അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഒരു പക്ഷേ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വീണ്ടും അത് എൻകറേജ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു സെക്കൻഡ് റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ യെസ് എന്ന് പറയേണ്ട കാര്യങ്ങളോട് യെസ് എന്ന് പറയാനും നോ എന്ന് പറയേണ്ട കാര്യങ്ങളോട് നോ എന്ന് പറയാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഓക്കെ ആണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഓക്കെ അല്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പരസ്പരം റെസ്പെക്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും മസ്റ്റായിട്ട് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തായിരുന്നു ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആ ഒരു ബ്രേക്കപ്പിലേക്ക് അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്തായിരുന്നു, അത് സെക്കൻഡ് റിലേഷൻഷിപ്പിലും കാണുന്നുണ്ടോ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ടോക്സിസിറ്റി എപ്പോഴും ഒരു റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കും. സോ നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സോൾവ് ചെയ്യാത്ത ഒരുപാട് ഇഷ്യൂസ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. സോ അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എന്ത് കാര്യങ്ങൾ ആക്സെപ്റ്റബിൾ ആണ്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അതിന് വേണ്ട ആക്ഷൻസും എടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിലൊരു ബൗണ്ടറി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ
പല ആളുകളും ഇങ്ങനെ റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ലാക്ക് ഓഫ് ബൗണ്ടറീസ് ആണ്. അതായത് നിങ്ങളോട് എന്തും പറയാം, നിങ്ങളോട് എന്തും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫ്രീ ആണ്, നിങ്ങളത് ചെയ്യേണ്ടതുണ്ട്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ടതില്ല, ഈ രീതിയിലാണ് നിങ്ങളെ ഒരാൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തും ചെയ്യാം, നിങ്ങളോട് എന്തും പറയാം എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാ കാര്യങ്ങളും സഹിക്കുന്നു, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബൗണ്ടറി ഇല്ല എന്നുള്ളത് പറയാം. മാത്രമല്ല ഇത്തരത്തിലുള്ള നെഗറ്റീവ് വ്യക്തികൾ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഏതോ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയല്ല, അത് എന്നോട് പറയരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യരുത്, കൃത്യമായി അവരോട് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിലുള്ള റെസ്പെക്റ്റ് ആണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബൗണ്ടറി വരും എന്നുള്ളതാണ്. സോ എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും മാറി എന്തെല്ലാം പറയാം, എന്തെല്ലാം പറയാൻ പാടില്ല എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി അവരോട് സംസാരിക്കുക, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ടോക്സിക് ആയ ആളുകൾ ലൈഫിലേക്ക് കൂടുതൽ അട്രാക്ട് ആവുന്നതിന്റെ മറ്റൊരു റീസൺ ഓവർ ഷെയറിംഗ് ആണ്. അതുമല്ലെങ്കിൽ പെട്ടെന്ന് ഓവർ അറ്റാച്ച്ഡ് ആകുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെട്ടു, കുറച്ച് ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതുവരെ നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സും, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ലൈഫിനെ കുറിച്ചും എല്ലാം നിങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സത്യത്തിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു ഡെഫിനിഷൻ അവരുടെ മൈൻഡിൽ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഒരു വൺ സൈഡഡ് എന്ന രീതിയിൽ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും എന്താണ് ആ റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവർ അത് ഏതൊരു തലത്തിലാണ് ആ റിലേഷൻഷിപ്പിനെ കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഒരു ഗസ് വെച്ചുകൊണ്ട് അവരോട് ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് റോങ് പീപ്പിൾസിനെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയായി മാറും. കാരണം ഇവിടെ വൺ സൈഡഡ് ആണ്, നിങ്ങളാണ് അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അറ്റാച്ച്ഡ് ആവുകയാണ്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുകയാണ്, ആക്ച്വലി ഞാനൊരു ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളായിരിക്കും വിഷമിക്കുന്നത്. അതായത് കൂടുതൽ അറ്റാച്ച്മെന്റ് ആർക്കാണോ വന്നത് ആ വ്യക്തിക്കായിരിക്കും കൂടുതൽ വിഷമം വരിക. സോ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വിഷമം വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കൂടുതലായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കാരണം അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അത്രയൊന്നും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു സർക്കിളിലേക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരവിടെ ഒരു കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെക്കും എന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും അറ്റാച്ച്ഡ് ആയ വ്യക്തിക്കായിരിക്കും വിഷമം വരുന്നത്. അപ്പൊ അവർ വീണ്ടും ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകും. പിന്നീട് മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് ഇതുപോലെ തന്നെ അവരോടും ഓവർ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെന്റ് ആകുന്നു വളരെ പെട്ടെന്ന് എന്നുണ്ടെങ്കിൽ ഇതേ ഒരു കാര്യം തന്നെയായിരിക്കും അവിടെയും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ റോങ് ആയിട്ടുള്ള പീപ്പിളിനെ, അല്ലെങ്കിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട ഉടനെ തന്നെ കൂടുതലായിട്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഒഴിവാക്കുക. അവരെന്താണ് ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫൈനലി, റോങ് ആയിട്ടുള്ള വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ഫിയർ ഓഫ് ബീങ് എലോൺ, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയം. അതായത് ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ലൈഫ് ലീഡ് ചെയ്യാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലാകണം എന്നുള്ള രീതിയിലേക്ക് തോട്ടു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കത് അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഡിസേർവിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ രണ്ടാമതൊരു കാര്യം ചിന്തിക്കില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പല രീതിയിലുള്ള പല ക്യാരക്ടേഴ്സ് ഉള്ള, നമുക്ക് റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും
അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഇത്തരത്തിൽ നമുക്കൊരു ഭയം ഉണ്ടെങ്കിൽ, അതായത് ഒറ്റയ്ക്ക് ലൈഫ് ലീഡ് ചെയ്യാനുള്ള ഒരു ഭയം നമുക്കുണ്ടെങ്കിൽ, സോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് വർത്ത്, ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ, നമ്മുടെ സെൽഫ് വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഡിസേർവിങ് ആണ്, ഏതൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് ആക്ച്വലി നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ തുടർച്ചയായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരുത്തുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റൈറ്റ് പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്